ഒരാളെയും ചതിക്കാത്ത ജീവിതം, വാക്ക് ലംഘിക്കാത്ത ജീവിതം. ചെറിയ കാര്യമാണെങ്കിലും വാക്ക് ലംഘിക്കരുത്. ഞാൻ ഇന്നാലിന്ന സമയത്ത് നിന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാൽ വിളിക്കണം. വിളിക്കാൻ പറ്റൂലെങ്കിൽ അങ്ങനെ വാഗ്ദാനം ചെയ്യരുത്. ഞാൻ 10 മണിക്ക് പള്ളിയിലുണ്ടാവും, ഓഫീസിലുണ്ടാവും, ഐ വിൽ ബി ദെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ദെയർ വിൽ ബി ആയിരിക്കണം, അല്ലെങ്കിൽ അത് പറയരുത്. നമ്മൾ വിചാരിക്കും അതൊക്കെ നിസ്സാരല്ലേ. നോ നോ നോ. വാക്ക് ലംഘിക്കുന്നത് നിഫാഖിന്റെ അടയാളമാണ്. പേടിയോടുകൂടി കാണണം. വൗഫു ബില്ലഹദി ഇന്നൽ അഹദ കാന മസ്ഊലാ. കരാറ് അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. ഖബിൽതു നിക്കാഹഹാ എന്നുള്ളത് ഭാര്യയോടുള്ള കടപ്പാട് മുഴുവൻ നിർവഹിക്കുമെന്ന് അമ്മോശനോടുള്ള കടപ്പാടാണ്. യഥാർത്ഥത്തിൽ അതൊരു കടപ്പാടാണ്, കരാറാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പഠിക്കണം. ഭാര്യയുമായി ഓട്ടം മത്സരം നടത്തിയ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭാര്യയുമായി ഇണതുണകൾ പരസ്പരം തമാശകൾ പറയലും കളിത്തമാശയിൽ ഏർപ്പെടലും സുന്നത്താണെന്ന് ഈ ഓട്ടം മത്സരത്തിന്റെ ചിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി ഓട്ടം മത്സരം നടത്തി അല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലെത്തി. അതെപ്പോഴാ മുന്നിലെത്തുന്നത്? മത്സരം രണ്ടാമത്തേത് നടക്കുമ്പോഴാണ്. പണ്ട് ഇതേപോലെ ഒരു ഓട്ടം മത്സരം നടത്തിയപ്പോൾ ആയിഷ ബീവിയാ മുന്നിലെത്തിയത്. ആ ഓർമ്മയിലാണ് ആയിഷ ബീവി ഇപ്പം ഒന്നുകൂടി നടത്തിയാലോ എന്ന് ഒരു ചോദ്യമൊക്കെ ചോദിക്കണത്. ഈ ചോദ്യം ചോദിക്കുന്ന ആയിഷ ബീവി ഒന്ന് തടിച്ച് വീർത്തിട്ടൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ മെലിഞ്ഞ ഉമ്മല്ല, തടിച്ചത് കൊണ്ട് തന്നെ അത്ര സ്പീഡിൽ ഓടാനൊന്നും കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തിയ ഉടനെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്താ ശരിക്ക് പറയേണ്ടത്? ഹലോ, അങ്ങനെയല്ലേ ശരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്പൊ മത്സരത്തിന്റെ റിസൾട്ട് 1-1 എന്ന് പറഞ്ഞാൽ മോൾ അന്ന് ജയിച്ചിനല്ലോ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അന്നത്തെ മത്സരം എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത്? റിസൾട്ട് ഇപ്പൊ 1-1. പിന്നെ വഫാത്ത് വരെ മത്സരം നടത്തിയോ? ഇല്ല. എന്തേ? ഈ 1-1 മുന്നോട്ട് പോകാനും കപ്പ് പങ്കിടാനും അത് വേറെ തന്നെ ഒരു രസം. രണ്ടാളും ജയിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. തോറ്റു കൊടുത്താൽ ജയിക്കുന്ന ഏക മത്സരം കുടുംബം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഇടപെടൽ അങ്ങനെയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ആയിഷ ബീവിയുടെ ശബ്ദം കുറച്ച് ഉയർന്നു പോയപ്പോ ആരുടെ മുന്നിലാ ശബ്ദം ഉയർത്തുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിക്കാൻ വേണ്ടി പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, പാവല്ല, വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോയി. ഈമാന്റെ കടുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞെന്നറിയാ? ഞാനുള്ളോണ്ടാണ് ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് അടി കിട്ടാണ്ട് രക്ഷപ്പെട്ടിന്. ഒന്ന് ആയിഷ ബീവിനെ തണുപ്പിച്ചത്. ആ തണുപ്പിക്കുമ്പോൾ പോലും നബി തങ്ങളുടെ വേർഡ് എങ്ങനെയാ സെറ്റ് ചെയ്ത് നോക്കിയേ. നിന്റെ ഉപ്പാന്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ അമ്മോശനെ കുറ്റം പറയുമ്പോ വിഷമാവൂ ഭാര്യക്ക്. അത് പറയാതെ ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് പറയാനുള്ള കാരണം, ഉപ്പാന്റെ അടുത്ത് നിന്ന് പറഞ്ഞ ആയിഷ ബീവിന്റെ ഹൃദയം പൊള്ളിപ്പോവും. എന്താണ് അവിടുത്തെ വാക്കുകളിൽ തന്നെ പാലിക്കുന്നൊരു സൗന്ദര്യം നോക്കി നിങ്ങള്. നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അമ്മോശനെ കുറ്റം പറയുന്നേ. എപ്പോഴും നബി ജീവിതം ഇങ്ങനെ ഒന്ന് നോക്കിയാല് നമുക്ക് ഈ കണ്ണട വെച്ചിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കിയ അതിൽ ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ കാണും. കരാറ് പൂർത്തിയാക്കുന്ന ഖബിൽതു നിക്കാഹഹാ വ തസ്വീജഹാ. യെസ്, ഐ ആം റെഡി. ഏറ്റെടുത്തു. ഫാത്തിമാനല്ലേ, ആയിഷാനല്ലേ, ഐ ആം റെഡി. പൊന്നു പോലെ നോക്കിക്കൊള്ളാം. അതാണ് ഈ ഖബിൽതുവിന്റെ അർത്ഥം. 63 കൊല്ലത്തിനിടയിൽ ഒരു ഭാര്യ ഒരു തുള്ളി കണ്ണീര് ഒളിപ്പിക്കേണ്ടി വന്നിനോ? തങ്ങളെ കൊണ്ട് ടെൻഷനായിട്ട് മൂലക്ക് ഇരിക്കേണ്ടി വന്നിനോ? വിഷമിച്ചിനോ? പ്രയാസപ്പെട്ടിനോ? ഇല്ല.
ആയിഷ ബീവിയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ വേറെ ഒരു ഭാര്യ ഒരു പാത്രത്തില് പായസം പോലുള്ള പലഹാരം കൊടുത്തയച്ചു. ആയിഷ ബീവി ഇത് കണ്ടപാടൻ ഒരറ്റ തട്ട്, ഞാനില്ലേ നബി തങ്ങളെ സൽക്കരിക്കാൻ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് ഫുഡ് കൊടുത്തയച്ചിന് എന്നുള്ള അർത്ഥത്തില്. അപ്പൊ കൊണ്ടുവന്ന അടിമച്ചക്കനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗാറത്തു ഉമ്മുക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്, മോൻ ഈ വിഷയത്തിൽ ഇടപെടണ്ടെന്ന്. രണ്ട് കാര്യമാണ് തങ്ങൾ ചെയ്തേ. ഒന്ന്, ഈ അടിമച്ചക്കനോട് അങ്ങനെ പറഞ്ഞിട്ട് നിർത്തി. രണ്ടാമത്തത്, തങ്ങൾ ഇരുന്നിട്ട് ആയിഷ ബീവി തട്ടിയ പാത്രം, പൊട്ടിയ പാത്രം തങ്ങൾ പൊറുക്കിയെടുത്തു. ഏത് തങ്ങള്? ഏഴാനാകാശം കീഴടക്കിയിട്ട് അർശും ലോഹവും കുർസിയും കണ്ട തങ്ങള് അത് പൊറുക്കിയെടുത്തു. എന്തൊരു സൗന്ദര്യം നോക്കിയേ. എന്തിനാ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞത്? ഒന്ന്, അങ്ങനെ ചെയ്യാനുള്ള കാരണം ആയിഷ ബീവിനെ സമാധാനിപ്പിക്കാൻ. രണ്ട്, അങ്ങനെ പറയാനുള്ള കാരണം എന്താ പറഞ്ഞത്? അടിമനോട് ഗാറത്തു ഉമ്മുക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്, ആയിഷ ചൂടിലാന്ന് പറയാം, എന്റെ ഭാര്യ ചൂടിലാന്ന് പറയാം, പെണ്ണുങ്ങൻ ചൂടിലാന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞാലൊന്നും കിട്ടാത്തൊരു സാധനമാണ് ഉമ്മ. നിങ്ങളുടെ ഉമ്മ ചൂടിലാന്ന്, എൻ്റെ ഉമ്മ എന്നല്ല, നമ്മളെ ഉമ്മ ഒന്നുമല്ല. ഗാറത്തു ഉമ്മുക്കും, നിങ്ങളെ ഉമ്മ കുറച്ച് ചൂടിലാന്ന് പറഞ്ഞാൽ, മോനെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാന്ന് ഓർമ്മ വേണം, മിണ്ടിപ്പോയരുത് കേസ്. അപ്പോഴും ആയിഷ ബീവിന്റെ മഹത്താണ് തങ്ങൾ പറയണത്. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, വെറുതെ ഇടപെട്ടിട്ട് ആഖിറം കൊളാക്കാൻ നിൽക്കണ്ട. ഗാറത്തു ഉമ്മുക്കും. എന്താ പറയും നോക്കികള്, എന്താ നേതാവ് നോക്കികള്. എത്ര കാലായി ഓറിയന്റലിസ്റ്റുകാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഭാര്യനെ അടിച്ചതോ കുത്തിയതോ കരയിപ്പിച്ചതോ എന്തെങ്കിലും ഒരു കഥ ഉണ്ടോ നോക്കാൻ ലെൻസ് ഇട്ടിട്ട് പരതാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയോ? ഔഫു ബില്ലഹ്ദി ഇന്നൽ ലഹ്ദ കാന മസ്ഊലാ. കരാറ് പൂർത്തിയാക്കണം. ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന വഴി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയും ഉപ്പാനെയും ശത്രുക്കൾ പിടിച്ചു വെച്ചു, അറസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞു, നമ്മൾ എന്തായാലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ വിടുവോ? ഓ വിടും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അങ്ങനെ അവരെ അഴിച്ചുവിട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തിന്റെ അടുത്തേക്ക്, സ്വഹാബത്തിന്റെ അടുത്തേക്ക്, ബദരീങ്ങളാകുന്ന ബാക്കി മഹാന്മാരുടെ അടുത്തേക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒപ്പിയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുദൈഫ തങ്ങൾ ഉപ്പിയും ഈ വിഷയം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാർ അങ്ങനെ ചെയ്തിനോ? യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, അവിടെ മാറിയിക്ക്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പാറക്ക് ഇങ്ങനെ ചാരി നിന്നിട്ടാ ബദർ യുദ്ധം നിരീക്ഷിച്ചത്. ശരിക്ക് ശത്രുക്കൾ ആയിരക്കണക്കിനുണ്ട്, ഇപ്പുറത്ത് ആയുധവും ഇല്ല, അംഗബലം വളരെ കുറവാണ്, 300 ചില്ലറ ആളേ ഉള്ളൂ. ഒരാളെ എക്സ്ട്രാ കിട്ടിയാൽ അത്രയും ആവശ്യം വരുന്ന ഘട്ടത്തിലും കരാർ ലംഘിച്ചിട്ടൊരു ഇസ്ലാമിക പോരാട്ടം നമുക്ക് വേണ്ടെന്ന് റസൂൽ പ്രൂഫ് ചെയ്യാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എത്ര അർജന്റ് ആവശ്യമാണോ ഒരാളെ എക്സ്ട്രാ കിട്ടിയാൽ. അങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമ്മേളനത്തിന് വേണ്ടി സമ്മേളനം, ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധമൊന്നും അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കരാറ് പൂർത്തിയാക്കണമെന്ന് പഠിപ്പിക്കാനുള്ളതാ ഓരോ കാര്യവും. അവിടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടാ ഇത് നോക്കണത്. കാരണം പങ്കെടുക്കാൻ പറ്റൂല, അർജന്റ് ആവശ്യമുണ്ട് സമരത്തില്, സ്വഹാബത്തിന് കൂടെ നിൽക്കാൻ. വേണ്ട. കണ്ടോ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കരാർ ലംഘിക്കരുത്. ഒരാളോട് കടം വാങ്ങിയിട്ട് ഇന്ന ഡേറ്റിന് തരാം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അറിയാലോ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അങ്ങനെ പറ്റുന്നതേ പറയാൻ പറ്റൂ. പറഞ്ഞാൽ കൊടുക്കണം, കരാർ പൂർത്തിയാക്കണം. 8 മണിക്കൂർ ജോലി ചെയ്യാം എന്ന കരാറോടെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററൊക്കെ നമ്മൾ സ്വീകരിച്ചതെങ്കിൽ കമ്പനിയോട് 8 മണിക്കൂർ കമ്മിറ്റ്മെന്റ് കാണിക്കണം, കരാർ പൂർത്തിയാക്കണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് ഓഫർ ഭാര്യ, മക്കൾ, കുടുംബത്തോട് പറയുകയാണെങ്കിൽ അത് പൂർത്തിയാക്കണം. ആരോടും ആ രഹസ്യം പറയല്ലേ എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ ആ രഹസ്യം ഒരു മനുഷ്യനോട് പറയരുത്.
ആരുടെയും രഹസ്യം അറിയാൻ ശ്രമിക്കരുത്. ആ സ്റ്റാഫിനെ ഒഴിവാക്കി പോലും കേട്ടോ കമ്പനിന്ന്. എന്തിനാണെന്ന് അന്വേഷിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആരുടെയും കുറവ് എനിക്ക് പറഞ്ഞു തരാൻ പാടില്ല എന്ന്. കാരണം നിങ്ങൾ ആരുടെ കുറവാണോ എനിക്ക് പറഞ്ഞു തരുന്നത്, പിന്നെ അയാളെ കാണുമ്പോൾ അതല്ലേ എനിക്ക് ഓർമ്മ വരിക. എല്ലാവരെയും ശുദ്ധ മനസ്സോടുകൂടി കാണാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ ആരുടെയും നെഗറ്റീവ് എനിക്ക് പറഞ്ഞു തരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും വഷളാക്കൂല, ഒരാളുടെയും കുറവന്വേഷിക്കൂല. ആരുടെയെങ്കിലും കുറവുകൾ നമ്മൾ അറിഞ്ഞ് മറച്ചു വെച്ചാൽ നമ്മുടെ കുറവുകൾ അള്ളാഹു ആഖിറത്തിൽ വഷളാക്കാതെ മറച്ചു വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെയെങ്കിലും കുറവ് അന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോയി, എന്തിനാ മദ്രസയിലെ ഉസ്താദിനെ ഒഴിവാക്കിയത്, എന്തിനാണ് ആ കമ്പനിയിൽ നിന്ന് ആ സ്റ്റാഫിനെ മാനേജർ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ആ വൈപ്പർ ഒഴിവാക്കിയത്, ഇയാൾ ഒഴിവാക്കിയത്, ആ ഒരു രഹസ്യത്തിൽ നമ്മൾ ഇടപെടരുത്. മറ്റുള്ളവരുടെ രഹസ്യത്തിൽ ഇടപെട്ട് പോയാൽ നമ്മുടെ രഹസ്യം ഓരോന്ന് പുറത്തെത്തിച്ച് വഷളാക്കാതെ ഈ ദുനിയാവൊന്ന് മരിക്കൂല എന്ന് മാത്രല്ല, ആഖിറത്തിൽ ഖലായിക്ക് ബൈനൽ ഖലായിക്ക് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് നമ്മളെ രഹസ്യം വഷളാക്കപ്പെടും. ആരുടെ നമുക്ക് ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് ഒഴിവായാൽ, ഒരു റമദാനിൽ ഒരാൾ ഒഴിവായി അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടു, നമുക്കറിയണം എന്താ പോലും പോയതല്ല ഒഴിവാക്കിയതാണ്. എന്നിട്ട് തുടങ്ങും. എന്നിട്ട് അരമണിക്കൂർ ഗീബത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വെറുതെ ഫിത്തിനും ഫസാദൽ മറ്റും നല്ല സമാൻ കളയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരം തന്നെയാണ്, ഭയങ്കരം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത് ഹറാം. ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇമാം സഖാവി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ്, ഒരു മനുഷ്യന് ഗീബത്ത് പറയാത്ത ആളാണ്. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, ഒരു മനുഷ്യനെ കുറ്റം പറയാത്ത ആളാണ്. കണ്ടോ, എല്ലാ ഇമാമിയങ്ങളും ജയിച്ചത്, എല്ലാ ഇമാമിയങ്ങളും മുമ്പന്തിയിലെത്തിയത് അവരുടെ നാവാണ്. മെയിൻ അവരുടെ നാവായിരിക്കും. അവരുടെ നാവ് കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ വേദനിച്ചിട്ടുണ്ടാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു 11 കൊല്ലക്കാലം വായിൽ കല്ല് വെച്ച് നടന്ന ആളാണ്. ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, വകദാലിക ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. നമ്മളുടെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യം ദിക്റും സ്വലാത്തിനൊന്നും കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ആരോടെങ്കിലൊക്കെ ദേഷ്യമുള്ളത്, അസൂയുള്ളത് ഇങ്ങനെ ഗീബത്ത് പറഞ്ഞിട്ട് ഒഴിവാക്കും. ഗീബത്തിനെ കുറിച്ച് ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി തൻ്റെ താജുൽ അറൂസിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാം, നമ്മെ ഒരു രാജാവ് ക്ഷണിച്ചു, നമ്മുടെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മൾ എഴുതിയ ഒരു ലേഖനത്തിന്റെ കഷ്ണം കണ്ടിട്ട് അയാൾക്ക് വലിയ താല്പര്യമായി, നമ്മൾ പാചകം ചെയ്ത ഫുഡ് അയാൾ ടേസ്റ്റ് നോക്കിയിട്ട് ഭയങ്കര അഭിപ്രായമായി. അങ്ങനെ അയാൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് തന്നെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. വലിയ രാജാവ്, ആ രാജാവിനോട് നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി, പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി നമുക്ക് തന്നെ ഒരു മടമ്പ് പൊന്തിയ ഷൂട്ട്, ഒരു ഫീലിങ്. ആരൊക്കെ എന്താന്നറിയില്ല, ഭയങ്കര വാഹനം, ഭയങ്കര അകമ്പടി, എസ്കോട്ട് എല്ലാം ഉണ്ട്. അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലെ പ്രൈവസി ഉള്ള റൂമിലാണ് നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മളെ ക്ഷണിച്ചത്. അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് എത്തി, രാജാവ് ഇപ്പം ആ കസേരയിൽ വന്നിരിക്കും. അങ്ങനെ നമ്മൾ എതിർ സൈഡിലുള്ള കസേരയിൽ സിംഹാസനത്തിന്റെ പരിസരത്ത് ഇരുന്നു. രാജാവ് അവിടെ മുമ്പിൽ ഇരുന്ന് നമ്മളെ പരിചയപ്പെടാനിരിക്കുന്ന സമയത്ത് നമ്മെ ബേക്കിൽ നിന്നൊരാൾ തോണ്ടി. ആരാങ്ങള്? എന്നെ ഓർമ്മയില്ലേ? നിന്റെ കൂടെ 4ാം ക്ലാസ്സിൽ LP പഠിച്ചത്. പേര് ഇന്നാലിന്ന പേര് മഹറൂഫ്. അതെ, മഹറൂഫായിട്ട് എങ്ങനെ മഹരിഫ് ഇല്ലാതായിപ്പോയത്? എന്താ അറിയാത്തത്? എന്തേ നീ ഇപ്പം ഇവിടെ വന്നത്? നീ ഇവിടെ വരുന്നത് ഞാൻ അറിഞ്ഞിട്ട്. ശരി, എന്തിനാ വന്നത്? നീ അന്ന് 4ാം ക്ലാസ്സിൽ നമ്മളൊന്നിച്ച് ബസ്സിൽ പോകുമ്പോൾ 2 രൂപയായിരുന്നു അന്ന് ചാർജ് ഉണ്ടായിരുന്നത്. നിന്റെ കയ്യിൽ 1 രൂപ 50 പൈസ ഉണ്ടായിട്ടുള്ളൂ. അന്ന് 50 പൈസ കടം വാങ്ങിയിട്ട്
എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. തിരിച്ചു തരാത്ത 38 കൊല്ലമായി. സംഭവം ഡേറ്റ് കുറേയായി, 38 കൊല്ലമായി. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് തിരിച്ചു തരണോ? അയ്യ ചങ്ങായി ഭാഷലാക്ക്, എന്താണ് എന്താ ചെയ്യണം? എനിക്ക് 10,000 38,000 രൂപ വേണമെങ്കിൽ തരും. നീ ഇല്ല എനിക്കത് ഇപ്പം വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഒരാൾ തോണ്ടുന്നത്, എനിക്കെന്താ പ്രശ്നം? നീ അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പിലിട്ട ഒരു മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് 1 രൂപ എന്നോട് കടം വാങ്ങിയതിന് അത് തിരിച്ചു കൊണ്ടാന്ന്. നമ്മൾ എത്രത്തോളം വഷളാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്രത്തോളം വഷളാവൂലേ? വഷളാവും. ഉറപ്പല്ലേ? ഉറപ്പാണ്. എങ്കിൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് നമ്മൾ സ്വർഗം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളെ ഭാര്യന്റെ ഉമ്മ നമ്മളെ തോണ്ടിയിട്ട്, പുതിയാപ്പിളെ എന്തല്ലോ ഗീബത്ത് എൻ്റെ മോളോട് നിങ്ങൾ എന്നെ കുറിച്ച് പറയലുണ്ടെന്ന് ഇപ്പാണ് ഡിസ്പ്ലേയിൽ തെളിയുന്നത്. എപ്പോ 2000 കൊല്ലം മുമ്പ് അമ്മോശം നമ്മളെ തോണ്ടുന്നത്, സ്വന്തം ഭാരവാഹി സോൺ പ്രസിഡന്റ് തോണ്ടുന്നത്. അയ്യടാ പറഞ്ഞല്ലേ, എങ്ങനെ ഉണ്ടാവും? എന്തൊരു നാണക്കേട് പരിപാടിയായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു. ആരെയും ഗീബത്ത് പറഞ്ഞ് നമ്മൾ കൊളാക്കരുത്. അഥവാ നമുക്ക് ഒരാളെ ഗീബത്ത് പറയാൻ മുട്ടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചോ, പറയാണ്ട് നമ്മളെ വികാരം തീരുന്നില്ല. എന്നാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഉപ്പാനും ഉമ്മാനും ഗീബത്ത് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ സ്വത്ത് പുറത്തേക്ക് പോകില്ലല്ലോ. നിസ്കാരം നോമ്പലും ഉമ്മാക്കല്ലേ പോകുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. സത്യത്തിൽ അതൊരു ട്രോളും കൂടിയാണ്. നമുക്കിപ്പോ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലല്ലേ അയാളെ ഗീബത്ത് പറയാം. ദേഷ്യമുള്ള ആൾക്ക് നിസ്കാരം നോമ്പാണോ കൊടുക്കൽ? ആണോ? ബുദ്ധിപരമായി ആലോചിച്ച് നോക്കി. നിസ്കാരം നോമ്പ് വേറൊരാൾക്ക് കൊടുത്തിട്ടാണോ ദേഷ്യം തീർക്കല്? ആകയാൽ ആ പരിപാടിക്ക് നിൽക്കരുത്. മുത്തഖിയായ മനുഷ്യന്റെ 3ാമത്തെ അടയാളം സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുന്നവരുടെ ദുആഇന് നല്ല ഉത്തരവുണ്ടാവും. അയാളുടെ നാവിന് വലിയ ഫലം ഉണ്ടാവും. അയാൾ വലിയ ആലിമാവണമെന്നോ സയ്യിദാവണമെന്നൊന്നും നിബന്ധനയില്ല. കുടുംബബന്ധം ചേർക്കുന്ന എത്രയോ സാധാരണക്കാരെ നമുക്കറിയാം. അവര് മൂത്തമ്മ ഇളയമ്മമാരെ ഉമ്മാനെ പോലെ കാണുന്നവരാണ്. ഉപ്പാന്റെ അനുജനെ ജ്യേഷ്ഠനെ ഉപ്പാനെ പോലെ കാണണമെന്ന ഇസ്ലാം പറയണത്. ഉമ്മാന്റെ അനുജത്തിനെ ജ്യേഷ്ഠത്തിനെ അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മി, ഉമ്മാന്റെ സ്ഥാനം വെച്ച് കാണണമെന്ന ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠനെ ഉപ്പനെ കാണുന്ന പോലെ ബഹുമാനിക്കണം. ഇത്താത്തയെ ജ്യേഷ്ഠത്തിയെ ഉമ്മനെ കാണുന്ന പോലെ ബഹുമാനിക്കണം. ആ ഇത്താത്തയെ കല്യാണം കഴിപ്പിച്ചു, താത്തയെ കല്യാണം കഴിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ സ്നേഹബന്ധം കുറക്കരുത്. 3 പെങ്ങന്മാരൊരാൾക്കുണ്ടായി, അവരെ മര്യാദയ്ക്ക് വളർത്തിയാൽ, അവർക്ക് സ്നേഹം കൊടുത്താൽ അയാൾക്ക് സ്വർഗമുണ്ട്, നരകമോചനമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങന്മാരെ നന്നായി പരിഗണിക്കണം. 2ാനുമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് നമ്മുടെ ജ്യേഷ്ഠത്തിമാർ. പ്രത്യേകിച്ച് നമ്മുടെ ഇത്താത്തമാരെ നമ്മൾ നന്നായി പരിഗണിക്കണം. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, അവരുടെ ഒരു സ്വത്ത് സ്വതക്ക ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞതറിയോ? നിങ്ങളുടെ സഹോദരിക്ക് അത് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ ഖൈറാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ചെലവഴിക്കുമ്പോഴും ആദ്യം നമ്മളെ പെങ്ങന്മാരെ പരിഗണിക്കണം. നമ്മളെ പെങ്ങളുടെ 2 കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഫീസ് നമുക്ക് എടുക്കാൻ മനസ്സ് ഉണ്ടാവണം. വേറെ എവിടെങ്കിലും പള്ളി എടുക്കുകയും വേറെ എവിടെങ്കിലും സാന്ത്വനത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യൽ നല്ലതു തന്നെ. പാവങ്ങളായ പെങ്ങന്മാരുണ്ടായിരിക്കെ അവിടെ കൊടുക്കുന്ന സ്വതക്കയേക്കാൾ മഹത്വം സ്വന്തം കുടുംബത്തെ പരിഗണിക്കലാണെന്നറിയാത്തവരായി ഈ സദസ്സിൽ ആരും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണല്ലോ ഷൈമ റളിയല്ലാഹു അൻഹ.
അല്ലെ? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മകൾ അല്ലെ? ആ ഹലീമത്തു സഅദിയ ബീവിയുടെ മകളായ ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിഞ്ചു കുഞ്ഞായ കാലത്ത് തൊട്ടിലാട്ടിയിട്ട് താരാട്ട് പാടിക്കൊടുത്ത മോളാണ്. ആ ഷൈമാ ബീവി വളർന്നു വലുതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നപ്പോൾ ആ പഴയ സ്നേഹം ഓർത്ത് റസൂലുള്ള വിതുമ്പിപ്പോയി, കരഞ്ഞുപോയി. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ എല്ലാ സൗകര്യം ചെയ്തേരാ ഇത്താത്ത എന്നാണ് തങ്ങൾ പറയണത്. നിങ്ങൾ നോക്കി, അഥവാ പോകുകയാണെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇത്താത്തക്ക് ചെയ്യാം. ഒട്ടകങ്ങൾ, ആടുകൾ, സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തത് എന്തിനാ? നമ്മളെ പഠിപ്പിക്കാനാ. മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയെ തന്നെ ഇങ്ങനെ പരിഗണിക്കണമെങ്കിൽ സ്വന്തം ഉമ്മാന്റെ മകളായ നമ്മുടെ ഇത്താത്തമാരെ എത്ര പരിഗണിക്കണം. കല്യാണം കഴിക്കലോടുകൂടി ഉമ്മാനോടും ബന്ധം വേണ്ട, ഇത്താത്തനോടും ബന്ധം വേണ്ട എന്ന ലിബറൽ ആലോചന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നമുക്കുണ്ടാവരുത്. താത്തയെ പൊന്നുപോലെ നോക്കണം. എവിടെ എന്ത് ഗിഫ്റ്റ് സ്വതക്ക കൊടുക്കുമ്പോഴും ആദ്യം പെങ്ങളെ പരിഗണിക്കണം. പ്രത്യേകിച്ച് പെങ്ങളുടെ ഭർത്താവിന് സാമ്പത്തിക ശേഷി കുറവുണ്ടെങ്കിൽ അവരെ ചേർത്തു പിടിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. സ്വാലിഹായി ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അയാളെ പിന്നീട് സ്വപ്നത്തിൽ കണ്ട ഒരാൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ബേജാറാ പറയണത്, വിഷമം. എന്തേ കാരണം? എന്റെ പെങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പല രീതിയിലുള്ള സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അള്ളാന്റെ അടുത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച സ്നേഹം കിട്ടുന്നില്ല. നമ്മളെ സ്നേഹം പ്രതീക്ഷിച്ചവരായിരിക്കും നമ്മുടെ പെങ്ങന്മാർ. അവരെ പരിഗണിക്കണം. അനുജനെയും അനുജത്തിനെ ഒക്കെ മക്കളെ നോക്കണ പോലെ നോക്കണം എന്നാ. ഓന്റെ കാര്യം ഞാൻ എന്തിനാ നോക്കുന്നത്? ഓനോട് പലതവണ ഞാൻ ആ ഷോപ്പ് തുടങ്ങണ്ട എന്ന് പറഞ്ഞല്ലേ, പൊട്ടിയില്ലേ, എന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം, ഞാൻ നോക്കൂല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉപ്പ പറയോ? ഇല്ല. അപ്പോൾ ജ്യേഷ്ഠനും പറയരുത്. ജ്യേഷ്ഠൻ എപ്പോഴും അനുജനെ അനുജത്തിയെ ഉപ്പ കാണുന്ന പോലെ അങ്ങനെയാ കാണേണ്ടത്. ഉപ്പ മക്കളെ കാണുന്ന പോലെ കാണണം, അങ്ങനെയാ കാണേണ്ടത്. ഇനി ജ്യേഷ്ഠത്തിയെ ജ്യേഷ്ഠൻ എങ്ങനെ കാണണം? ഉമ്മാനി ഉപ്പാനിയും കാണുന്ന പോലെ കാണണം. ഇബ്നു ഹജർ റഹിമഹുല്ല അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. നിങ്ങൾ താജുൽ ഉലമയെ പഠിച്ചു നോക്കൂ, നൂറുൽ ഉലമ ഉസ്താദിനെ പഠിച്ചു നോക്കൂ, കൻസുൽ ഉലമ ശൈഖുന ഉസ്താദിനെ നോക്കൂ, സുൽത്താനുൽ ഉസ്താദിനെ പഠിച്ചു നോക്കൂ. എല്ലാവരും പെങ്ങന്മാര്, കുടുംബക്കാര് എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. ഈ തിരക്കുകളുടെ ഇടയിലും അവർ കുടുംബത്തെ മറക്കില്ല. വിശേഷ ദിവസങ്ങളിൽ അവരെ കാണാൻ പോകാൻ നമ്മൾ സമയം കണ്ടെത്തണം. അന്താരാഷ്ട്ര ദായിയാവുമ്പോഴും കുടുംബത്തിന് നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ അതൊരു പരാജയം മണക്കല. ഉപ്പ ഉമ്മ നമുക്ക് നിർബന്ധമായി അവരോടുള്ള ബന്ധം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്വഹാബി വന്നല്ലോ, നബിയെ എല്ലാത്തിനും ഞാൻ റെഡിയാണ്. ഹിജറക്കാണെങ്കിൽ ഹിജറക്ക്, സമരത്തിനാണെങ്കിൽ സമരത്തിന്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നോണ്ട് എന്റെ വേർപാട് ഓർത്തിട്ട് എന്റെ ഉപ്പിയും കരയാണ്, അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനോട് എന്താ പറഞ്ഞത്? അൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ. കരീപ്പിച്ചിട്ടാ വരുന്നത്, ചിരിപ്പിച്ചിട്ട് വരി. എന്നിട്ട് മോനെ അത് മതി എന്നിട്ട് മതി ഈ ദഅവത്തൊക്കെ. ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ സമയമില്ലാതെ മീറ്റിങ്ങിനൊന്നും വരേണ്ട ആവശ്യമൊന്നും സംഘടന നമ്മളോട് പറയുന്നില്ല. ഉപ്പ പരിഗണിക്കണം. ഏത് ലൈലത്തുൽ ഖദർ ആയാലും ബറാഅത്ത് രാവായാലും ദുആഇന് ഉത്തരം കിട്ടാത്ത ഒരു മനുഷ്യനാരാ? കുടുംബബന്ധം മുറിക്കുന്ന ആളാ. ഹദീസില് 100 കൊല്ലം ഇപ്പുറത്തുനിന്ന്, 500 കൊല്ലം ഇപ്പുറത്തുനിന്ന്, 1000 കൊല്ലം ഇപ്പുറത്തുനിന്ന് വാസന കിട്ടുന്ന വീടാണ് സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് 3 ഹദീസിൽ വന്നിട്ടുണ്ട്. ദുനിയാവിൽ നിന്ന് തന്നെ മുഅ്മിനായ അൽ മുഅ്മിനുൽ കാമിലായ അൽ കുമ്മലായ മുഅ്മിനീങ്ങൾ സ്വർഗം ഇവിടെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഉഹദിന്റെ ചരിത്ര ആമുഖത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സ്വർഗത്തിൽ എത്തൽ പോയിട്ട് വാസന പോലും കിട്ടാത്തവർ ഖാത്തിഉ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവർ. കുടുംബബന്ധം മുറിച്ച ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ അയാളുടെ ദുആ അല്ല, അയാൾ ഉള്ള സദസ്സിന് തന്നെ ഇജാബത്തില്ല. ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാത്തിഉ റഹിം.
കുടുംബബന്ധം മുറിച്ച ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആ സ്വീകരിക്കൂല. ഉമ്മമാരെ തഹജ്ജുദുണ്ട്, ളുഹയുണ്ട്, ഗ്രൂപ്പിൽ 1000 സ്വലാത്ത് അറിയിക്കുന്നുണ്ട്, മറ്റ് ഖിദ്മത്തുകളുണ്ട്, ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ കുടുംബത്തോട് പിണങ്ങിട്ടാ ഉള്ളതെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട ഇബാദത്ത് കുടുംബബന്ധം മുറിച്ചവന്റെ ഒരു ഇബാദത്തും അല്ലാഹ് സ്വീകരിക്കൂല. അതേത് ലൈലത്തുൽ ഖദർ ആയാലും, അറഫന്റെ പകലാണെങ്കിലും, ബറാത്തിന്റെ രാത്രിയാണെങ്കിലും, ഏത് മക്കത്തുനിന്നാണെങ്കിലും അയാളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ഇൽമിന്റെ മജ്ലിസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദുആ ചെയ്യാൻ ഒരുങ്ങുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയും, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എണീറ്റ് പോകണം, നമ്മളെ ദുആ സ്വീകരിക്കണമല്ലോ. കണ്ടോ?